നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലക്കി ഭാസ്കർ റീസെൻ്റ്ലി ഇറങ്ങിയ ദുൽഖർ സൽമാൻ ചിത്രം. ഈ ചിത്രം പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ചായ ചിത്രമാണ്. പണത്തിൻ്റെ ആവശ്യം, പണമുള്ളവന് കിട്ടുന്ന റെസ്പെക്റ്റ്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച ചിത്രമാണ് ലക്കി ഭാസ്കർ. ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയെ അടിസ്ഥാനപ്പെടുത്തി വന്നതാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്റ്റോറിയുടെ കണ്ടന്റിൽ നിന്നും മാറി അതായത് അതിൽ നിന്നുള്ള മുഴുവൻ കണ്ടന്റും അല്ലെങ്കിലും ലക്കി ഭാസ്കർ എങ്ങനെ ഒരു ലക്കി ഭാസ്കർ ആവാൻ, അതിൻ്റെ പണം അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചിത്രമായിരുന്നു. ചിത്രം നല്ല വിജയം തന്നെയായിരുന്നു. കാരണം ആ ചിത്രം പോയത് അങ്ങനെയാണ്. ദുൽഖർ സൽമാൻ്റെ അഭിനയം എന്നതിൽ അതിൻ്റെ കഥ അതിനേക്കാട്ടി ഉപരിയായിട്ട് പണം ഇല്ലാത്തവനും പണമുള്ളവനും തമ്മിലുള്ള വ്യത്യാസം, പണമുള്ളവന് കിട്ടുന്ന സ്വീകരണവും പണമില്ലാത്തവന് കിട്ടുന്ന സ്വീകരണവും, അത് രണ്ടും, പിന്നെ ഒരു കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, ഇങ്ങനെ പല പല കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തിയ ഒരു ചിത്രവും കൂടിയായിരുന്നു. ചിത്രം OTT-യിലെത്തി, നെറ്റ്ഫ്ലിക്സിലാണ് എത്തിയത്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഒന്നാമതായി വരുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ലക്കി ഭാസ്കർ എത്തിയിട്ടുണ്ട്. സാധാരണ ചില ചിത്രങ്ങൾ തിയേറ്ററിൽ വിജയിക്കും, ചിലത് OTT-യിൽ വിജയിക്കും. ഈ തിയേറ്ററിൽ വിജയിച്ച ചിത്രങ്ങൾ തന്നെ OTT-യിലും ഇതുപോലെ തരംഗമായി മാറുന്നത് വളരെ റയറാണ്. പക്ഷേ ഈ ഒരു ചിത്രത്തിന് ആ ഒരു ഭാഗ്യം കൂടി കിട്ടിയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടും ഈ ചിത്രത്തിന് ആരാധകർക്ക് കുറവൊന്നും വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ റിപ്പീറ്റ് വാല്യൂ, വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരു ചിത്രം, ഒരു മോട്ടിവേഷൻ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്ത ഏതെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നുപോയ ചിത്രം പോലെ, അങ്ങനെ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രം ഒരുപാട് റിപ്പീറ്റ് വാല്യൂ വന്ന് നെറ്റ്ഫ്ലിക്സിലും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ദുൽഖർ സൽമാൻ ചെയ്യുന്ന എല്ലാ ചിത്രവും അത് ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ചെയ്ത ചിത്രങ്ങളിൽ പലതും നമുക്കറിയാം, ഒട്ടും ഹൈപ്പില്ലാതെ, വലിയൊരു ഹൈപ്പില്ലാതെ വന്നിട്ട് വലിയൊരു ഹൈപ്പ് തിയേറ്ററിലും അതുപോലെ OTT-യിലൊക്കെ സൃഷ്ടിക്കാൻ ദുൽഖർ സൽമാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയും അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി എന്താ പറയുക, ഐ ആം ഇൻ ഗെയിം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെയും ഷൂട്ട് ആരംഭിക്കുകയാണ്. അപ്പം എല്ലാ ചിത്രങ്ങളും ഇതുപോലെ ട്രെൻഡിങ് ആയി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലും ട്രെൻഡിങ് ആവട്ടെ, ഇതുപോലെ നല്ല നല്ല ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കട്ടെ.